ലോക്സഭയിൽ രാഹുൽ ഗാന്ധി കേട്ടത് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രഹരമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നെടും തൂണായ ലോക്സഭയിൽ അരങ്ങേറിയത് കേവലം ഒരു തർക്കമൊന്നും ആയിരുന്നില്ല, മറിച്ച് ദേശീയ താല്പര്യങ്ങൾ വേഴ്സസ് നിഷ്പക്ഷ രാഷ്ട്രീയ താല്പര്യങ്ങൾ. ഈ വിഷയത്തിൽ നടന്ന ഒരു പ്രത്യയശാസ്ത്രപരമായ യുദ്ധമായിരുന്നു അത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ന രാഷ്ട്രീയത്തിലെ ഉരുക്കു മനുഷ്യൻ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം അഥവാ നമ്മുടെ SIR എന്ന ഭരണപരമായ നടപടിയെ ഒരു ദേശീയ ദൗത്യമായി ഉയർത്തിക്കാട്ടിയപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അതിനെ വ്യക്തിപരമായ വെല്ലുവിളിയാക്കി മാറ്റാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. ഇവിടെ അമിത്ഷായുടെ വാദങ്ങൾ നിയമത്തിന്റെയും യുക്തിയുടെയും ഫലത്തിൽ ഉറച്ചു നിന്നപ്പോ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകളൊക്കെ അപരിചിതത്വവും അതുപോലെ തന്നെ രാഷ്ട്രീയ പക്വതയില്ലായ്മയും വിളിച്ചോതുന്നതായിരുന്നു. ഈ സംഭവം കോൺഗ്രസിന്റെ അടിത്തറയെ ഇളക്കി മറിക്കുകയും BJPയുടെ സുതാര്യ ഭരണമെന്ന സന്ദേശം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. ഈ നിർണായക രാഷ്ട്രീയ ഏറ്റുമുട്ടലിന്റെ ഓരോ ഘട്ടവും അതിലെ വിജയിയുടെ തന്ത്രങ്ങളും പരാജയപ്പെട്ടതിലെ പാളിച്ചകളും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ജനാധിപത്യത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം അമിത്ഷാ SIRനെ അവതരിപ്പിച്ചത് രാജ്യത്തിന്റെ ഭരണഘടനയോടും തിരഞ്ഞെടുപ്പ് പ്രക്രിയയോടുമുള്ള ഭരണകൂടത്തിന്റെ ഒരു ഉത്തരവാദിത്തം എന്ന രീതിയിലായിരുന്നു. ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള ദൃഢനിശ്ചയമായിട്ടാണ് SIRനെ അദ്ദേഹം എടുത്തു പറഞ്ഞത്, അല്ലെങ്കിൽ അടിവരയിട്ട് കാണിച്ചത്. ഒരു വോട്ടർ പട്ടികയിൽ അനധികൃതമായ പേരുകൾ ഉണ്ടാകുന്നത് രാജ്യത്തെ ഓരോ പൗരന്റെയും വോട്ടവകാശത്തെ ലംഘിക്കുന്നതിന് തുല്യമാണ്. അമിത്ഷാ ഊന്നി പറഞ്ഞ SIR ലക്ഷ്യമിടുന്ന 3 വിഭാഗങ്ങളെ എതിർക്കാൻ ഒരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷത്തിന് കഴിയില്ല. ഒന്നാമത് അനധികൃത കുടിയേറ്റക്കാർ. ഇവരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തുന്നത് ദേശീയ പരമാധികാരത്തോടുള്ള വെല്ലുവിളിയാണ്. ഈ നിയമവിരുദ്ധ വോട്ടർമാരെ ആശ്രയിച്ചാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്കുകൾ നിലനിൽക്കുന്നത്. ഈ നീക്കം യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ തകർക്കുക എന്ന ഉന്നതമായ ലക്ഷ്യമാണ്. രണ്ടാമതായി മരിച്ചവരും ഇരട്ട വോട്ടുകളും. അതായത് ഈ അപാകതകൾ രാഷ്ട്രീയ തട്ടിപ്പിനും തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കുന്നതിനും കാരണമായേക്കാം. ഇത് തിരുത്തുന്നതിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയും ജനാധിപത്യ പ്രക്രിയയുടെ പവിത്രതയും ഭരണകൂടം സംരക്ഷിക്കുകയാണ്. അമിത്ഷായുടെ ശക്തമായ വാദം ഇതാണ്: സുതാര്യമായ ഭരണം ലക്ഷ്യമിടുമ്പോൾ അതിനെ എതിർക്കുന്നവർ അഴിമതിയുടെയും അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെയും പക്ഷത്താണ്. പ്രതിപക്ഷം SIRനെ വിമർശിച്ചത് തങ്ങളുടെ കാലങ്ങളായിട്ടുള്ള വോട്ട് ബാങ്ക് തന്ത്രങ്ങൾ പൊളിയുമെന്ന ഭയം കൊണ്ടാണ്. ഇത് രാജ്യ താല്പര്യങ്ങളെക്കാൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവാണ്. അമിത്ഷായുടെ വസ്തുതാപരമായ പ്രസംഗം കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കിയപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയ പ്രതികരണം വിവേചന ബുദ്ധിയില്ലാത്തതും സഭാ മര്യാദകളെ പോലും മാനിക്കാത്തതുമായിരുന്നു. ഒരു സുപ്രധാന നയപരമായ ചർച്ചയുടെ ഗൗരവം മനസ്സിലാക്കാതെ എന്റെ പത്രസമ്മേളനങ്ങളെ കുറിച്ച് ഒരു സംവാദത്തിന് നിങ്ങളെ വെല്ലുവിളിക്കുന്നുവെന്ന വൈകാരികമായിട്ടുള്ള പ്രതികരണം രാഹുൽ ഗാന്ധിയെ തന്ത്രപരമായി തന്നെ പ്രതിരോധത്തിലാക്കി കളഞ്ഞു. എന്ത് പറയാനാണ് അദ്ദേഹത്തിന്റെ ബോധത്തെക്കുറിച്ച് ഇന്ത്യക്ക് മുഴുവൻ അറിയാവുന്നതാണ്. അമിത്ഷാ രാഹുലിന്റെ ഈ ചീപ്പ് ട്രിക്ക് കൃത്യമായി തിരിച്ചറിഞ്ഞു. ഷാ നൽകിയ മറുപടി കേവലം ഒരു വാചകം മാത്രമായിരുന്നില്ല, മറിച്ച് സഭയിലെ അധികാരം ആർക്കാണ് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു. ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിക്കേണ്ട, ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. ഒരു കേന്ദ്രമന്ത്രിയുടെ പദവിയെക്കുറിച്ചും സഭാ നിയമങ്ങളെക്കുറിച്ചും ക്ഷമയോടെ ഇരുന്ന് പഠിക്കാൻ അദ്ദേഹം തയ്യാറാകണം. ഈ ശക്തമായ പ്രതികരണത്തിലൂടെ അമിത്ഷാ നേടിയത് ഒരു താൽക്കാലിക വിജയം മാത്രമല്ല, മറിച്ച് അധികാരക്രമം സ്ഥാപിച്ചു. രാഹുൽ ഗാന്ധി ഒരു കേന്ദ്രമന്ത്രിക്ക് നിർദ്ദേശം നൽകാനുള്ള പദവിയിലില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇത് പാർലമെന്ററി മര്യാദകൾ പാലിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ച വീഴ്ചയാണ്. ചർച്ചയെ വ്യക്തിഗത പോരിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമത്തെ തകർത്ത് കളഞ്ഞ് SIR എന്ന സുപ്രധാന വിഷയത്തിൽ ശ്രദ്ധ നിലനിർത്താനായി ഷാ തീർച്ചയായിട്ടും വിജയിക്കുകയാണ് ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി അപക്വനും അതുപോലെ തന്നെ അമിത്ഷാ പക്വതയുള്ള ഒരു ഭരണാധികാരിയും എന്ന താരതമ്യം പൊതുജന മധ്യത്തിൽ ശക്തമായി കൊണ്ടുവന്നു. രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു തന്ത്രപരമായ ദുരന്തമായി അടയാളപ്പെടുത്തുന്നതാണ്. രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണത്തിൽ ഉറച്ചു നിന്നപ്പോ അമിത്ഷാ നൽകിയത് വസ്തുതാപരമായ മറുപടിയാണ്. അല്ലെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ, SIRനെ വോട്ട് ചോരിയുമായി താരതമ്യപ്പെടുത്തുന്നതിന്റെ യുക്തി തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്ക് തുടക്കം കുറിച്ചത് കോൺഗ്രസ് ഭരണത്തിലായിരുന്നു എന്ന് ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ഷാ സ്ഥാപിച്ചു. ഷാ ഉയർത്തിക്കാട്ടിയ ചരിത്ര വസ്തുതകൾ കോൺഗ്രസിന്റെ ധാർമ്മിക അടിത്തറയെ തന്നെ തകർത്ത് തരിപ്പണമാക്കി. 75-ലെ അലഹബാദ് ഹൈക്കോടതി വിധി നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ ജനാധിപത്യത്തെ മുറിവേൽപ്പിച്ച ഈ വിധി കോൺഗ്രസ് ഭരണകാലത്ത് നടന്ന തിരഞ്ഞെടുപ്പ് അഴിമതിയുടെ ഏറ്റവും വലിയ തെളിവാണ്.
വോട്ട് ചോരി എന്ന പദം ആദ്യം ഉപയോഗിക്കേണ്ടത് കോൺഗ്രസിനെതിരെയാണെന്ന് ഷാ അടിവരയിട്ട് പറഞ്ഞു. സോണിയാഗാന്ധിയുടെ വോട്ടർ രജിസ്ട്രേഷൻ വിവാദം, പാർട്ടി നേതൃത്വത്തിന്റെ തന്നെ വോട്ടർ രജിസ്ട്രേഷൻ സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്ന വസ്തുത കോൺഗ്രസ് ഇന്ന് നടത്തുന്ന വിമർശനങ്ങളെ ദുർബലപ്പെടുത്തി. ഷായുടെ രാഷ്ട്രീയ വിശകലനം, വോട്ട് ചോരിയുടെ ചരിത്രപരമായ വേരുകൾ കോൺഗ്രസിലാണ് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയുള്ളൊരു പാർട്ടി സുതാര്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഭരണകൂടത്തെ വിമർശിക്കുമ്പോൾ ഇത് ഇരട്ടത്താപ്പാണ്. ഈ ശക്തമായ പ്രതിരോധം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ നിഷ്പ്രഭമാക്കുകയും ചർച്ചയുടെ ദിശയെ കോൺഗ്രസിന്റെ പഴയ പാപങ്ങളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നതാണ്. അതോടെ ഈ സംഭവം അമിത്ഷായെ ഒരു മന്ത്രി എന്നതിലെല്ലാം ഉപരി BJPയുടെ മുഖ്യ തന്ത്രജ്ഞൻ എന്ന നിലയിലേക്ക് വീണ്ടും സ്ഥാപിക്കുകയാണ്. പ്രത്യയശാസ്ത്രപരമായ വിജയം, അതായത് ശുദ്ധി വേഴ്സസ് അഴിമതി അഥവാ പ്യൂരിറ്റി വേഴ്സസ് കറപ്ഷൻ എന്ന രാഷ്ട്രീയപരമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഷാ വിജയിച്ചു. തങ്ങൾ സുതാര്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും അതിനെ എതിർക്കുന്ന പ്രതിപക്ഷം പഴയ അഴിമതികളെ സംരക്ഷിക്കുന്നുവെന്നും അദ്ദേഹം സ്ഥാപിച്ചു. SIR നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വതന്ത്രമായ തീരുമാനമാണെന്ന് സ്ഥാപിച്ചതിലൂടെ കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെടുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തിന്റെ മുനയാണ് ഒടിക്കുന്നത്. അനധികൃത വോട്ടർമാരെ നീക്കം ചെയ്യുന്നത് BJPക്ക് അനുകൂലമായി വോട്ടർമാരുടെ നിലവിലെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തും. ഇത് വരും തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഗുണകരമാകുമെന്ന ദീർഘവീക്ഷണം ഈ നീക്കത്തിന് പിന്നിലുണ്ട്. അമിത്ഷായുടെ തന്ത്രപരമായ വിജയത്തിന് മുന്നിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ പരാജയമായി മാറി. കോൺഗ്രസ് നേതൃത്വം ഇനിയും ഈ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പഠിച്ച് കൃത്യമായ ഡാറ്റയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ പ്രഹരങ്ങൾ ഇനിയും ഏറ്റുവാങ്ങേണ്ടി വരും. രാഷ്ട്രീയം കേവലം വെല്ലുവിളികളോ വൈകാരിക പ്രകടനങ്ങളോ അല്ല, മറിച്ച് തന്ത്രപരമായ ബുദ്ധിയും വസ്തുതാപരമായിട്ടുള്ള ആധികാരികതയുമാണ് ഈ പോരാട്ടം അടിവരയിടുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? അമിത്ഷായുടെ ഈ തന്ത്രപരമായ വിജയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വരും തിരഞ്ഞെടുപ്പുകളിൽ അമിത്ഷായുടെ ഈ തന്ത്രം BJPക്ക് എത്രത്തോളം ഗുണം ചെയ്യും? അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും വരും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.